உனதிருவிழி கடவியதால் அமிழ்ந்து விட்டேன் மயக்கத்திலே. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ ആണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു BB ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഇതാണ് പ്രോഡക്റ്റ്. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പലരും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻസ് ഒന്നും അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഹെവി മേക്കപ്പ് ഇഷ്ടമില്ലാത്ത നാച്ചുറലായിട്ട് നടക്കാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഐവറിയും ഒന്ന് നാച്ചുറലാണ്. 2 ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി കേട്ടോ. ആകെ 2 ഷെയ്ഡ്സ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐവറിയാണ്. ഞാൻ ഷെയ്ഡ് നോക്കിയിട്ട് എടുത്തതല്ല, ജസ്റ്റ് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഷെയ്ഡ് ഐവറിയാണ് കേട്ടോ. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇത് സ്യൂട്ട് ആവുന്നുണ്ടോ വെച്ചാൽ ആവുന്നുണ്ട്. കളർ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ 9 ഗ്രാംസിന് ഞാൻ പറഞ്ഞല്ലോ 84 റുപ്പീസാണ് വരുന്നത്. അത് അഫോർഡബിൾ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അഫോർഡബിൾ ആയിരിക്കും, ചിലർക്ക് അത് എക്സ്പെൻസീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് മുന്നേ 9 ഗ്രാംസിന് 65 റുപ്പീസ് ആയിരുന്നു. അത് കുറച്ചുകൂടി അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അഫോർഡബിൾ ആണോ ചോദിച്ചാൽ കുറച്ച് കൂടുതലാണ്. കാരണം ഇത് വളരെ കുട്ടി പാക്കാണ്, ചെറിയൊരു പാക്കാണ്. പിന്നെ ഇതിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് പ്ലസ് ലൈറ്റ് മേക്കപ്പ് ഗ്ലോ, അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഗ്ലോ ആണ് തരുന്നത്. അതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു BB ക്രീം കൂടിയാണ് കേട്ടോ. വെയിറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ എന്നെ അട്രാക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് SPF ഉണ്ട് ഗൈസ്. ഇതിൽ SPF 30 PA++ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മേ ബി അതുകൊണ്ടായിരിക്കാം ഇതിന് 84 റുപ്പീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫേസിലിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഞാൻ എന്തായാലും ഫേസിലിട്ടിട്ട് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പർക്കും സ്യൂട്ട് ആവുന്നതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. എനിക്ക് ഇട്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. ഡ്രൈ ആക്കണമൊന്നുമില്ല കേട്ടോ. ഫേസ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നോ മേക്കപ്പ് ലുക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. വളരെ ചെറിയ പാക്കറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ 9 ഗ്രാംസിൻ്റെ പാക്കറ്റാണ് വരുന്നത്. വളരെ ചെറുതാണ്. ഇതിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ചെറുതാണ് പ്ലീസ്. ഞാൻ എന്തായാലും തുറന്ന് വെച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഒന്ന് ഫേസിൽ ഇട്ടിട്ട് നോക്കി വെക്കാം. ഇതിൻ്റെ ട്യൂബൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഒരു സൈഡിൽ മാത്രം ഇട്ടിട്ട് കാണിച്ചു തരാം. എന്നിട്ട് രണ്ടും കൂടെയുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ സൈഡിൽ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അതേപോലെ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഒന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ ഫേസിലിട്ടാൽ മനസ്സിലാവില്ലായിരിക്കും. അപ്പോൾ ഞാൻ കയ്യിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കയ്യിലിട്ടപ്പോൾ കയ്യിലാണ് ഗൈസ് മനസ്സിലാവാത്തത് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു BB ക്രീമാണ്. BB ക്രീം അന്വേഷിച്ച് നടക്കുന്നവർക്ക് എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വരില്ല. എല്ലാ സ്കിൻ ടൈപ്പർക്കും ഒരേപോലെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള സ്കിൻ ടൈപ്പർക്ക് എനിക്കറിയില്ല കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് ഇനി ഓയിലി ആക്കുമെന്ന് അറിയില്ല. നോർമൽ സ്കിൻ അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ കേട്ടോ. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.